പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. നവകേരള സദസ് യാത്രക്കിടെ മുഖ്യമന്ത്രിക്ക് നേരെ ഷൂ എറിഞ്ഞും പ്രതിഷേധം എത്തിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ കാറിന് നേരെ കല്ലേറുണ്ടായപ്പോൾ കല്ലേറിനെ ന്യായീകരിച്ച പലരെയും നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇന്ന് ഷൂ എറിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആളെയും നമ്മൾ അവിടെ കാണുകയാണ്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണുവെച്ച് എന്നെ കാണരുത്. നരേന്ദ്രമോദി ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടല്ലോ. നരേന്ദ്രമോദിക്കെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധമില്ലല്ലോ, ഒരു ഷൂവർ ഇല്ലല്ലോ. ഇന്ത്യയിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ ഒരു ഷൂവർ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഷുവർ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മളൊക്കെ വലിയ നിലയിൽ വാർത്തയാക്കിയേനെ. പക്ഷേ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലോ. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നോക്കൂ, പക്ഷേ എന്നെ പോലുള്ള ആളുകളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയം പറയാതെ തോറ്റു കൊടുക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 10% 20% മാർജിനിൽ തോറ്റാലും ആ തോൽവിക്ക് ഒരു അന്തസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയം പറയാതെ തോറ്റുപോയി എന്നുള്ളതാണ്. തോറ്റുപോയി എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐക്ക് എന്ത് ബാധ്യതയാണ് സമൂഹത്തിലുള്ളത്? ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ മർദ്ദിക്കാൻ ഏറ്റവും മോശപ്പെട്ട വിഷ്വലുകളാണ് ഞാൻ ഇന്ന് കണ്ടിട്ടുള്ളത്. എല്ലാവരും കണ്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് ആളുകളെ എടുത്ത് കനാലിലേക്ക് എറിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെ കനാലിലേക്ക് നിലത്ത് കിടക്കുന്ന ആളുകളെ ചവിട്ടുക, ഇവരാരാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്? കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അതൊന്നും എനിക്കറിയാൻ മേല. മുഖ്യമന്ത്രി കൃത്യമായ സൂചന കൊടുക്കുന്നത് അത് തന്നെയാണ്. നാട്ടുകാർ നിങ്ങളെ കയ്യേറ്റം ചെയ്യും എന്ന് തന്നെയാണ് കൃത്യമായി മുഖ്യമന്ത്രി സൂചന കൊടുക്കുന്നത്. കാരണം അത് ആ പാർട്ടി അങ്ങനെയാണെന്നേ. അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? ഒരു ചെകിട്ടത്തടിച്ചാല് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുന്ന മഹാത്മാഗാന്ധി ഉണ്ടാക്കിയ പാർട്ടിയൊന്നും അല്ല CPIM എന്ന് പറയുന്നത്. CPM എന്ന് പറയുന്നത് വേണ്ട, ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. ആയുധ വിപ്ലവത്തിലൂടെ തുടങ്ങി പിന്നീട് അത് ഉപേക്ഷിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. അടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നവരല്ല. അടി ഉണ്ടെങ്കിൽ ആ അടിക്ക് തിരിച്ചടി കൊടുത്തിട്ട് പോയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് KSUവും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും എടുക്കുന്നത്. അവർ കരിങ്കൊടി കാണിക്കുമ്പോൾ പിടിച്ചു മാറ്റിയാൽ ചെടിച്ചുണ്ടി കൊണ്ട് തലക്കടിച്ചാൽ ആ ചെടിച്ചട്ടി ആ രക്ഷാപ്രവർത്തനം ഏറ്റുവാങ്ങി പോവുകയല്ല. തങ്ങളും രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് K മുരളീധരൻ MP പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രക്ഷാപ്രവർത്തനം വരും ദിവസങ്ങളിൽ നേരിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ കാണിക്കാം. ഉന്നമുണ്ട് സർ, ഉന്നമുണ്ട് സർ KSUവിന്. ആ ഉന്നത്തോടെ അവർ മുന്നോട്ട് പോകും. പ്രഭാത ഭക്ഷണ സമയം മുതൽ അതിന്റെ അവസാന മണിക്കൂറുകൾ വരെ ഒരു സർക്കാരിന് കിട്ടുന്ന പരാതികൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ്. അത്രയും ജനം അടുത്തു. ഉച്ചയ്ക്ക് നല്ലോണം കളിയാക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങോട്ട് 4 ലക്ഷമായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 അജണ്ട 2026 അജണ്ട ആരുണ്ടായിക്കൊണ്ടിരിക്കുന്നോ? ഈ പരാതി കിട്ടുന്ന സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ പറയുന്ന പ്രശ്നങ്ങളെ പരാതി പരിഹരിച്ചില്ലെങ്കിൽ ജനം ഒരു അജണ്ട ഉണ്ടാക്കും, എന്നിട്ട് കടക്കു പുറത്തെന്ന് പറയും. ഇന്ത്യയിലെ ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയ CPM കുറിച്ചാണ് പറയുന്നത്. ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അങ്ങ് പോയി തകർന്നടിഞ്ഞു. CPM തകർന്നടിഞ്ഞു ദേശീയ തലത്തില്. ബംഗാളിൽ, ത്രിപുരയിലില്ല. പക്ഷെ കേരളത്തിൽ ഒരിടത്തുമില്ല. രാജസ്ഥാനിലെ രണ്ടും പോയി. കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഈ ഒന്നുകിലും വിവരമുള്ള എന്തെങ്കിലും പറയാൻ. വിവരമുള്ളതാ, ഞാൻ കണക്കാ പറയുന്നത്. ഞാൻ കണക്കിൽ വീക്കാ. സാറിന് പക്ഷേ മനസ്സിലാക്കാനുള്ള വിവരമില്ലാതായി പോയതിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. RSSന് ഈ പറയുന്ന എന്താ പറയണ്ട, അവർക്ക് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഖഭാവം ഉണ്ടാക്കുക, ആ നിലയിൽ വർത്താനം പറയാ, ഇതൊക്കെയാണ് നിങ്ങളുടെ അജണ്ട. വെറുതെ നിങ്ങൾ ആയിക്കോളൂ. എനിക്ക് നിങ്ങളോട് വർത്താനം പറയണ്ടെന്നേ. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പൻ കൊലയില്ലാത്ത കൊമ്പൻ. നിങ്ങളുടെ പ്രശ്നം അതാണ്. നിങ്ങൾ ഈ 4-5 പേരിലെ ചർച്ചയിൽ നിങ്ങൾ എടുക്കുന്ന നിലപാട് എന്താണെന്നറിയോ? RSSകാർക്ക് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുഖഭാവം ഉണ്ടാക്കുക. എന്നെ കിട്ടില്ലേനൊന്നും. ഞാൻ ഇവിടെ ഇരിക്കുന്നത് എഡിറ്റർ ഇൻ ചീഫ് ആയിട്ടാണ്.
അങ്ങ് പറയുന്നത് മാത്രം കേട്ടിരിക്കാനല്ല, അഭിപ്രായം പറയാൻ കൂടിയുള്ള പരിപാടിയാണ് അഭിപ്രായം പറയുന്നെങ്കിൽ നിങ്ങളുടെ സമയത്തിൽ പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. അല്ല, എന്നോട് സാർ direct പറയുന്നത് personally വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ പറയും. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയുന്നതിനിടയിൽ കയറി പറയണ്ട, ശരിക്കും മുതലാളി ഞാനാ പറയണ്ട, അത്രേ ഉള്ളൂ. ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്തോ. സോപ്പുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ പറയും. എന്റെ മേലെ പറയല്ലേ, എന്റെ മേലെ പറയാനൊന്നും ആരും സുജയോട് ഇരുത്തിയിട്ടില്ല. പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. സുജയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സുജ. സാറിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല. അതെന്തായാലും അതിനോട് പ്രതികരിക്കാനും ഞാൻ തയ്യാറല്ല. നിനക്ക് വേറെ പണിയില്ലേ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. തീർച്ചയായിട്ടും കാണാം. അതെ കാണണം.